Welcome back to the Style Chef. വിഷു ആയതുകൊണ്ട് തന്നെ കടല പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ കടല അരമണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചേക്കുവാണ്. കടല പ്രഷർ കുക്കറിലേക്ക് ഇട്ട് നല്ലോണം വേവിച്ചെടുക്കാം. 1 കിലോ കടലയ്ക്ക് 1 കിലോ ശർക്കര എന്നാണ് കണക്ക്. അപ്പോൾ 1 കിലോ ശർക്കര പാനി നമുക്ക് റെഡിയാക്കാം. ശർക്കര പാനി റെഡിയാക്കാനായിട്ട് ഞാൻ ഹാഫ് എ ബൗൾ ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സോ അപ്പോൾ നമ്മുടെ കടല നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 1 വിസിലാണ് ഞാൻ കൊടുത്തത്. 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്സോളം ഇട്ടിട്ടുണ്ടായിരുന്നു. പായസം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് എന്ന് പറയുമ്പോഴത്തേനും ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ഡാൽഡ പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെയ്യും ഡാൽഡയും നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടല നെയ്യിൽ കിടന്ന് നല്ലോണം കുക്കായി വരണം. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇത് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നെയ്യും കടലയും കൂടി ഒരു 10 മിനിറ്റ്സോളം നല്ലോണം കുക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാനിയാക്കിയ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കുക. ശർക്കരയും നെയ്യും കടലയും കൂടി നല്ലോണം കുക്കായി വരുമ്പോഴാണ് നമ്മുടെ കടല പായസത്തിൻ്റെ ടേസ്റ്റ് വരിക. സോ അത് നല്ലോണം കുക്ക് ചെയ്യുക. ശർക്കരപ്പാനി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ക്വൈറ്റ് എ ലോങ് പ്രോസസ്സാണ്. കാരണം ഇത് തിളച്ച് ഒരു കുറുകി വരുന്ന പരുവാകണം. എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഷുഡ് കീപ്പ് ഓൺ സ്റ്റിറിങ്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ 3 തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഏലക്ക കൂടി മിക്സിയിലിട്ട് അടിക്കും. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ഏലക്ക ഇടുമ്പോൾ അതിൻ്റെ റെസിഡ്യൂവൽസൊക്കെ നമുക്ക് കടിക്കുമ്പോൾ വല്ലാണ്ട് തോന്നും. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഏലക്ക ഈസിലി ഗ്രൈൻഡായി വരാനാണ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കടല നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ചവ്വരി ആഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. 200 grams ഓഫ് ചവ്വരിയാണ് ആഡ് ചെയ്തത്. ചവ്വരി ഞാനൊരു 2 മണിക്കൂറായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. എന്നിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായിട്ട് വരും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരത്തെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് സെപ്പറേറ്റ്ലി വേവിച്ചിടാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചവ്വരിയിലോട്ട് ഈ പായസത്തിൻ്റെ എസൻസ് എല്ലാം പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ പായസം റെഡിയാകുമ്പോൾ ചവ്വരി നല്ലോണം കുക്കായിട്ട് നല്ല ബോൾസായിട്ട് വരും. ബോൾസ് എന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ബോൾസ് ആയിട്ട് വരും. ചവ്വരി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ദ പ്രോസസ്സ്, കീപ് സ്റ്റിറിങ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് ബ്രേക്കൊക്കെ ഇൻ ബിറ്റ്വീൻ എടുക്കാം കേട്ടോ. അടിയിലൊന്നും പിടിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1-ാം പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സോ അമ്മ ദാ ഇതിലേക്ക് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ പായസം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ടേൺ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെഡി ആയതിന് ശേഷം ഇത് കോരി മാറ്റിയിട്ട് അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഓക്കെ, സോ അപ്പോൾ നമ്മുടെ വെരി ടേസ്റ്റി കടലപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ കമൻസ് എല്ലാം ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. സോ വൺസ് അഗെയിൻ വിഷ് യു ഓൾ എ വെരി ഹാപ്പി വിഷു. താങ്ക് യു.